ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 255. നമ്മൾ ഇപ്പോൾ നോക്കുന്നത് 58ാമത്തെ ഉപനിഷത്തായിട്ട് കൗശീതകി ബ്രാഹ്മണ ഉപനിഷത്താണ്. ഇതിൽ 2ാമത്തെ അധ്യായത്തിൽ 6-2 മന്ത്രമാണ് നോക്കുന്നത്. ഇതിൽ കൗശീതകി മഹർഷി 3 സവനത്തിലുള്ള ഉപാസനയെപ്പറ്റി പറയുകയാണ്. 3 തരത്തിലുള്ള ഉപാസനയെപ്പറ്റി പറയുകയാണ്. ഇത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജ്യോതിഷമാണ് നമ്മുടെ ജീവിതമെല്ലാം ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങളാണ് ഇതിലുള്ളത്. അതൊരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ, കുറച്ച് നിഗൂഢമായിട്ട് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. കാരണം ജ്യോതിഷം എന്ന് പറയുന്നത് കുറച്ച് നിഗൂഢമാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ തന്നെയാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേൽ ഉപാസന 3 തരം ഉപാസനയാണ്. ഒന്നിൽ ഒരു പാത്രത്തിൽ ജലമെടുത്തിട്ട് ഇടത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് 3 കാലങ്ങളിൽ ആചരിക്കണം. ഒന്നാമത്തെ ഉപാസനാ രീതിയാണ്. ആ 3 കാലം എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും, രാവിലെ ഉച്ചക്കും വൈകുന്നേരവുമാണ്. ഇപ്പോൾ ജ്യോതിഷപ്രകാരം അല്ലെങ്കിലും ജ്യോതിഷം തന്നെയാണത്. അല്ലാതെ തന്നെ നമുക്കറിയാം, വർഷത്തിൽ 12 സൂര്യനുണ്ടെന്ന് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. മേടത്തിലെ സൂര്യനല്ല, ഇടവത്തിലെ സൂര്യൻ. ഓരോ സൂര്യനും പ്രത്യേകതയുണ്ട്. അതുപോലെ ഒരു ദിവസത്തിൽ തന്നെ രാവിലെയുള്ള സൂര്യൻ്റെ പ്രത്യേകതയെല്ലാം നട്ടുച്ചക്കുള്ള സൂര്യൻ, വൈകുന്നേരമുള്ള സൂര്യൻ വേറൊരു സൂര്യനാണ്. അപ്പം സൂര്യൻ തന്നെ 3 തരത്തിൽ, പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിക്കാം. പിന്നെ ഒന്ന് രാത്രി അപ്രത്യക്ഷമാകുന്ന അവസ്ഥ, അത് അപ്രത്യക്ഷമാവുകയാണ്. പിന്നെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ആ 3 തരം സൂര്യനെ ഉപാസിക്കാൻ പറയുകയാണ്. കാരണം ആ 3 തരം സൂര്യനും ലോകത്തിൽ വലിയ കർമ്മങ്ങൾ, 3 വ്യത്യസ്ത തരമായ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. രാവിലെ പക്ഷികളെയെല്ലാം എണീപ്പിച്ച് നമ്മളെയെല്ലാം എണീപ്പിച്ച്, പൊതുവെ എല്ലാവരും അതല്ല, ഷിഫ്റ്റുള്ളവർ വേറെയാണ്, എന്നാലും പൊതുവെ എല്ലാവരെയും ഉണർത്തിക്കൊണ്ടുപോകുന്നു. പിന്നെ അവർ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. ഉച്ചയാകുമ്പോൾ കുറച്ച് ഭക്ഷണമെല്ലാം കഴിക്കാൻ റെസ്റ്റ് എടുക്കുന്ന ഒരു തരത്തിലാണ്. വൈകുന്നേരമാകുമ്പോൾ എല്ലാ കർമ്മങ്ങളെല്ലാം, ബാക്കിയുള്ള കർമ്മമെല്ലാം തീർത്തിട്ട് തിരിച്ചു വരുന്ന, എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ നേരെ എതിരാണ്. ഈ 3 സൂര്യനെയും നമ്മൾ ഉപാസിക്കുക എന്നുള്ളത്, ഈ 3 സൂര്യനും അനുസരിച്ചാണ് നമ്മുടെ യജ്ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അത് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് എന്തു പറയുന്നത്, ഉദയസൂര്യന് അർഘ്യം കൊടുത്തുകൊണ്ട് പറയണം. രാവിലെ ഉദിക്കുമ്പോൾ അർഘ്യം കൊടുത്തുകൊണ്ട് പറയുക, പ്രപഞ്ചത്തെ തൃണതുല്യം ത്യജിക്കുകയാൽ അങ്ങേ വർഗം എന്ന് പറയുന്നു. അങ്ങ് പ്രപഞ്ചത്തെ ത്യജിച്ചിട്ടുണ്ട്. എപ്പോൾ? രാത്രി ത്യജിച്ചിട്ടാണ് ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്നത്. അതുകൊണ്ട് ആ അവസ്ഥയെ പ്രത്യക്ഷം ഉദിക്കുന്ന, അതുവരെ എവിടെയോ ഒളിച്ച് ത്യജിച്ചിട്ട് പോയിരിക്കുകയായിരുന്നു. നമ്മളെ കാര്യമൊന്നും നോക്കാതെ പോയിരിക്കുകയാണ്. പ്രപഞ്ചത്തെ ത്യജിച്ചിട്ട് പിന്നെ വരുന്ന അവസ്ഥത്തിന് വർഗം എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ പാപങ്ങളെല്ലാം നശിപ്പിക്കുക. അപ്പോൾ രാവിലെ ഞാൻ ചില കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന കർമ്മങ്ങളിലൊന്നും എന്നെ പാപവുമായിട്ട് ബന്ധിപ്പിക്കരുത്. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തെറ്റായി പോകരുത്, പാപം ഉണ്ടാക്കുന്ന തരത്തിലുള്ളത് ആകരുത്. രാവിലത്തെ എൻ്റെ കർമ്മങ്ങളെല്ലാം ശുഭകരമായിട്ട് മാറ്റണം. അപ്പം നമ്മളെ കർമ്മങ്ങളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. രാവിലെ ചെയ്യുന്നതല്ല ഉച്ചയ്ക്ക് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ചെയ്യുന്നതല്ല വൈകുന്നേരം ചെയ്യുന്നത്. വ്യത്യാസമുണ്ട്. കർമ്മം ചെയ്യുന്ന ചിലപ്പോൾ ആയാലും നമ്മളുടെ മാനസികാവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ രാവിലത്തേന് വർഗം എന്ന് പറയുന്നു. എൻ്റെ പാപം നശിപ്പിക്കണേ. പിന്നെ മധ്യാഹ്നമാകുമ്പോൾ ഇങ്ങനെ വെള്ളം അർപ്പിച്ചിട്ട് പറയണം, അർഘ്യം ചെയ്തിട്ട് പറയണം, അങ്ങേ ഉദ്വർഗം എന്ന് പറയുന്നു. ഈ
മധ്യസമയത്ത് അതിനൊരു പ്രത്യേക തരമാണ്. മധ്യത്തിലും കർമ്മം ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ നട്ടുച്ചക്കും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ചെയ്യുന്നതിനൊരു പ്രത്യേകതയുണ്ട്. നട്ടുച്ചക്കും ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ അധികം ഒരു വൃത്തിയിൽ ഇരുന്ന് അധികം ചലനമൊന്നും ചെയ്യാതെ ചൂടെല്ലാം ആണല്ലോ, വൃത്തിയിൽ ഒതുങ്ങിയിരുന്ന് എന്തെങ്കിലും ചെയ്യുന്ന തരത്തിലുള്ള ഒരു നേച്ചറുണ്ട് ഉച്ചക്ക്. അതിനാണ് ഉദ്യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്യുന്ന പാപങ്ങളിൽ നിന്നും എന്നെ നശിപ്പിക്കരുതേ. അതായത് എൻ്റെ കർമ്മങ്ങളൊന്നും തെറ്റായി തീരരുത്, പാപം ഉള്ള കർമ്മങ്ങളൊന്നും ആ സമയത്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. പിന്നെ സന്ധ്യാകാലത്ത് പറയണം, അങ്ങയെ സംവർഗം എന്ന് പറയുന്നു. സന്ധ്യാസമയത്തിലുള്ള സൂര്യനെ സംവർഗം എന്ന് പറയുന്നു. അത് സൂര്യൻ 3 തരം സൂര്യനുണ്ട്, രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം. ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള സൂര്യനെയും വേണമെങ്കിൽ വ്യത്യസ്തമായിട്ട് കാണും. അങ്ങനെയാണ് 12 രാശികളായിട്ട് തിരിച്ചിട്ടുള്ളത്. എന്നിട്ട് വൈകുന്നേരം എന്നും പറയണം, ഇത് തന്നെ പറയണം, എൻ്റെ പാപം നശിപ്പിക്കണേ എന്ന് പറയുകയാണ്. ഇങ്ങനെ ഉപാസിക്കുന്നവൻ്റെ പരിണത ഫലം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ പരിശുദ്ധനായിത്തീരുന്നു. രാത്രിയോ പകലോ പാപം ചെയ്യില്ല, അവൻ ഒരിക്കലും പാപം ചെയ്യില്ല. അതായത് നമ്മൾ ഓരോ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും കർമ്മം ചെയ്യുമ്പോൾ ഞാൻ പാപമൊന്നും ചെയ്യരുതേ, ശരിയായ കർമ്മം ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കണേ എന്ന ഒരു ചിന്ത രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും ഉണ്ടാക്കിയിടുകയാണ് കർമ്മം ചെയ്യുന്ന അവസരത്തിൽ. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ രാവിലെയും വൈകുന്നേരം ഉച്ചക്കും പ്രധാനപ്പെട്ട 3 സമയത്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പാപം ചെയ്യില്ല. അതായത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണമെന്നേ ഇതിൻ്റെ അർത്ഥമുള്ളൂ. ചെയ്യുമ്പോൾ നമ്മൾ പാപം ചെയ്യരുത്, പുണ്യപ്രവർത്തികളെ ചെയ്യാൻ പാടുള്ളൂ. നമ്മളെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട സൂര്യൻ്റെ പൊസിഷനുകളാണ് രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും. അതിന് 3 നമ്മളുടെ കർമ്മങ്ങൾക്കും ആ നേച്ചർ, സ്വഭാവത്തിന് അല്ലെങ്കിൽ മാനസികമായ ആ കർമ്മം ചെയ്യുമ്പോഴുള്ള അവസ്ഥക്ക് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിലെ കർമ്മങ്ങളിലെന്നും നമ്മളിൽ പാപം കയറി വരരുത്, പാപചിന്തയോടുകൂടി കർമ്മം ചെയ്യരുത്. ഇനി രണ്ടാമത്തെ ഉപാസന പറയുന്നു. അപ്പോൾ ഒരു ഉപാസന അങ്ങേരെ സജസ്റ്റ് ചെയ്ത് കൗശികി മഹർഷി 2 തരം ഉപാസനയായി പറയുന്നു. അപ്പം ഒരു ദിവസത്തിലുള്ള 3 തരം ഉപാസനകൾ പറഞ്ഞു. ഈ ഒരു മാനസിക അവസ്ഥയോടുകൂടി വേണം നമ്മളെപ്പോഴും കർമ്മം ചെയ്യുക. നാരദനപ്പോൾ ഇടക്കിടക്ക് എന്ത് ചെയ്യുമ്പോഴും നാരായണ നാരായണ എന്ന് പറയുന്നത് ഞാൻ നാരായണന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, എനിക്കായി പോകരുത്, അതിനെ ഓർക്കാൻ വേണ്ടിയാണ്. അതുപോലെ ദിവസം ഒരു 3 സമയമെങ്കിലും നമ്മൾ ഈ തരത്തിൽ ചിന്തിച്ചിട്ട് കർമ്മം ചെയ്യുക. ഇനി രണ്ടാമത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ മാസത്തിലെയും അമാവാസ്യ ദിവസം, ഓരോ മാസത്തിന് പ്രത്യേകതയുണ്ട്. സൂര്യൻ പ്രത്യേകമേടം ഇടമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ തന്നെ അമാവാസ്യ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അമാവാസിയിൽ സൂര്യൻ്റെ കൂടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ ബലം തീരെ നശിച്ചു പോകും. സൂര്യൻ്റെ കൂടെ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ അത് ശോഭിക്കില്ല. ജ്യോതിഷപ്രകാരം ആ ചന്ദ്രൻ ബലഹീനനാണ്, അതിൻ്റെ ഗുണങ്ങളൊന്നും അതിന് ചെയ്യാനുള്ള കഴിവില്ല, എല്ലാം സൂര്യൻ്റെ ഗുണമാണ് പ്രകടമാകുന്നത്. അപ്പം അങ്ങനെയുള്ള അമാവാസി നാളിൽ സൂര്യമണ്ഡലത്തിൻ്റെ പടിഞ്ഞാറത്ത് വശത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് സുഷുമ്ന രശ്മിയിൽ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നു. സുഷുമ്ന രശ്മിയിൽ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നു. സുഷുമ്നയിലാണ് ചന്ദ്രൻ അപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരീരശാസ്ത്രത്തിൽ ഇട, പിങ്കള എന്നീ 2 നാഡികളിലുണ്ട്. ഒന്നിലൂടെ സൂര്യനും ഒന്നിലൂടെ ചന്ദ്രനും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുവിലാണ് സുഷുമ്ന ഉള്ളത്. അപ്പം പുറത്ത് നടക്കുന്ന ഗ്രഹണമെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അതേപോലെ സഞ്ചരിക്കുന്നുണ്ട്. ഗ്രഹങ്ങൾ 2 തരത്തിൽ, 2 വഴിയിലൂടെ, ഇടയിലൂടെയും പിങ്കളിലൂടെയും.
അമാവാസിയാകുമ്പോൾ കർത്തവാവിന് ഈ രണ്ടും കൂടിച്ചേരുകയല്ലേ, അപ്പം സുഷുമ്നയിൽ കൂടിച്ചേരും. വെളുത്ത വാവിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരും. അപ്പം അമാവാസി നാളിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മളെ ജീവിതത്തിൽ. അതുകൊണ്ട് സുഷുമ്ന രശ്മിയിൽ ചന്ദ്രൻ സ്ഥിതി ചെയ്യും. നമ്മളെ നാഡിയിൽ, സുഷുമ്ന നാഡിയിൽ, ആ സുഷുമ്ന നാഡിയിലായിരിക്കും ചന്ദ്രൻ ഉണ്ടാകും. മറ്റേത് ബാക്കിയുള്ള സമയത്തെല്ലാം ഇങ്ങനെ വട്ടത്തിലാണല്ലോ, ഇങ്ങനെ ഒരു വരവർക്ക് ഇത് സുഷുമ്ന എന്ന് വെച്ചോ, ഇത് ഇടയും പിങ്കളയും വെച്ചോ. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ സുഷുമ്നയിൽ കൂടിച്ചേരുന്ന സ്ഥലം. ഇതൊന്നും ശാസ്ത്രലോകം കണ്ടെത്തിയല്ല, ഇട പിങ്കള എന്താണെന്നൊന്നും ശാസ്ത്രലോകത്തിന് ഇതുവരെ മനസ്സിലാക്കില്ല. അത് പറയുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ചും കൂടി കടന്ന് ചിന്തിക്കാം. ആ സമയം സൂര്യനെ പൂജിക്കണം. കാരണം അപ്പം സൂര്യനാണ് പ്രബലം. 100% സൂര്യനാണ്. ചന്ദ്രന് ഒരു സ്ഥാനമില്ല. ചന്ദ്രൻ സൂര്യനിൽ ഹൃദയത്തിൽ കയറി സ്ഥിതി ചെയ്യുകയാണ്. അപ്പോഴുള്ള അർഘ്യജലത്തിൽ ജലമാണല്ലോ സൂര്യൻ അർപ്പിക്കുന്നത്. നേരത്തെ അത് പറഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ 2 പച്ചപ്പുല്ലിൻ്റെ മുളയെ അവിടെ വെച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അതായത് പച്ചപ്പുല്ലിൻ്റെ മുള, അതായത് ചന്ദ്രൻ അപ്രത്യക്ഷമായി, ഇനി അവിടെ നിന്നാണ് മുളച്ചു വരുന്നത്. അപ്പോൾ ഒരു കുട്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ നിന്നാണ് സൂര്യനിൽ പോയി അതിലങ്ങ് ലയിച്ചു ചന്ദ്രൻ അമാവാസിയിൽ. എന്നിട്ട് പിറ്റത്തെ ദിവസം മെല്ലനെ തല പൊക്കി 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 വരുമ്പോഴാണ് ചന്ദ്രൻ ഇങ്ങനെ വലുതായി വലുതായി വരുന്നത്. അപ്പോൾ ഒരു മുള മാതിരിയാണ്. അത് സൂചിപ്പിക്കാനാണ് ഒരു പച്ചപ്പുല്ലിൻ്റെ 2 മുളയെടുത്തിട്ട് ആ വെള്ളത്തിൽ ഇട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ആ അവസ്ഥയാണ് ഉള്ളത്. മുളക്കാൻ പോവുകയാണ്. അപ്പം നമ്മിലും കുട്ടികൾ ജനിക്കുന്നതിന് ആ അമാവാസിക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. അമാവാസി കുട്ടികൾ ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രാധാന്യമുണ്ട്. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ചന്ദ്രമണ്ഡലത്തിലെ അഷ്ടാത്രിയായ ദേവിയുടെ ഹൃദയം ചന്ദ്രമണ്ഡലത്തിൽ വിരാജിക്കുന്നു. ചന്ദ്രൻ ദേവിയാണല്ലോ. ദേവി ഹൃദയമാകുന്ന ചന്ദ്രമണ്ഡലത്തിൽ, ദേവിയുടെ ഹൃദയം ചന്ദ്രമണ്ഡലത്തിൽ വിരാജിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഈ സുഷുമ്ന നാഡിയിൽ വിരാജിക്കുകയാണ്. അതുകൊണ്ട് പുത്രശോകത്തിൽ ദുഃഖിക്കുവാൻ ഇടവരുത്തരുത്. എനിക്ക് പുത്രശോകത്തിൽ ദുഃഖിക്കുവാൻ ഇടവരുത്തരുത്. ഈ സമയത്ത് കർത്തവാവിന് മരണങ്ങൾ വളരെ കൂടുതലാണ്. കർത്തവാവിന് മരണങ്ങളും കൂടുതലാണ്. പുതിയ ജനനത്തിനുള്ള തുടക്കവും അവിടെയാണ് കുറിക്കുന്നത്. അതുകൊണ്ടാണ് അമാവാസിയുടെ പ്രാധാന്യം. അമാവാസിയിൽ പഴയതെല്ലാം പോയി സൂര്യനിൽ അപ്രത്യക്ഷമാകും. പുതിയതിന് ഉദയം കൊള്ളുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് പുത്രശോകത്തിൽ ദുഃഖിക്കുവാൻ ഇടവരരുത്. പുത്രശോകം എന്ന് പറഞ്ഞാൽ പുത്രനില്ലാത്ത അവസ്ഥ വരിക, അതിനൊന്നും സാധ്യത. അപ്പം സൂര്യന് ചന്ദ്രൻ്റെ ഉദിക്കുന്ന അനുസരിച്ചാണ് പുത്രനുണ്ടാകുന്ന ബീജത്തിൻ്റെ എല്ലാം ഉത്ഭവം എല്ലാമായിട്ട് അതിന് ബന്ധമുണ്ട്. അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും എല്ലാം ഉത്ഭവമെല്ലാമായിട്ട് ഇതിന് ചെറിയ ബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പുത്രശോകത്തിൽ ദുഃഖം അനുഭവിക്കുവാൻ ഇടവരരുത്. 2 തരത്തിലാകാം. രോഗം വന്ന വല്ലവരുണ്ടെങ്കിലും മരിക്കുകയും ചെയ്യാം. നമ്മൾ മരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. നമ്മളെ മക്കളാരും മരിച്ചു പോകുന്നതിലല്ലേ വിഷമം ഉണ്ടാകുന്നത്. പിന്നെ വയസ്സായ ആൾ മരിക്കേണ്ടിയാണ്. പുത്രദുഃഖം എന്നെല്ലാം പറയുമ്പോൾ ഈ കർത്തവാവിന് അത് സംഭവിക്കാൻ ഇടവരുത്തരുത്. ഇങ്ങനെ ഉള്ളവർ പുത്രവാനാണെങ്കിൽ, പുത്രനുള്ളവനാണെങ്കിൽ അവൻ്റെ പുത്രൻ അവന് മുൻപ് മരിക്കില്ല എന്ന് പറയുകയാണ്. ഇത് ഈ ഉപാസന ചെയ്താൽ അവൻ മരിക്കുന്നതിനെക്കാട്ടിയും മുമ്പിൽ അവൻ്റെ പുത്രൻ മരിക്കില്ല. പുത്രഹീനനാണെങ്കിൽ, അവന് പുത്രനില്ലെങ്കിൽ ഇങ്ങനെ ജപിക്കണം: ഹേ
നാരീരൂപമായ ചന്ദ്രനാണ് പുത്രനുമായിട്ട്, അത് നാരിയാണ്, സ്ത്രീയാണ്. സൂര്യൻ പുരുഷനും ചന്ദ്രൻ സ്ത്രീയുമാണ്. ഇതെല്ലാം ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട കുറേ പരാമർശങ്ങളാണ്. അതുകൊണ്ട് നാരീരൂപമായ ചന്ദ്രനോട് പറയുകയാണ്, നീ പുരുഷരൂപിയായ സൂര്യൻ്റെ തേജസ്സിനാൽ, സൂര്യനിലാണ് നിൽക്കുന്നത് ഈ ചന്ദ്രൻ. അപ്പം നാരീരൂപമായ ചന്ദ്രൻ സൂര്യനിൽ നിൽക്കുകയാണ്. പുരുഷരൂപയായ സൂര്യൻ്റെ തേജസ്സിനാൽ എന്നെ പ്രവൃദ്ധമാക്കുക. ഉൽപ്പത്തിക്ക് കാരണമായ തേജസ് എന്നിൽ ഉണ്ടാകട്ടെ. എന്നിൽ പുത്രനുണ്ടാകാനുള്ള തേജസ് ഉണ്ടാക്കിത്തരിക. അപ്പോൾ ചന്ദ്രൻ സൂര്യനിൽ നിന്ന് വിടുന്ന ഓരോ ദിവസവും കൂടിയിട്ട് മുളയാണ്, നേരത്തെ പുൽക്കൊടിയുടെ മുളയാണ് അവിടെ കാണിച്ചത്, വെള്ളത്തിലിടാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ശരീരത്തിൽ ബീജങ്ങളെല്ലാം ഉണ്ടാകുന്നതിനുള്ള തുടക്കം അവിടെ ഇന്ന് കുറിക്കുന്നു എന്ന തരത്തിൽ ഇതിനെ കാണണം. എന്നിട്ട് ഉൽപ്പത്തിക്ക് കാരണമായ തേജസ് എന്നിൽ ഉണ്ടാകട്ടെ. നീ അന്നവും ലഭ്യമാക്കുക. എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നാണ്. സോമൻ്റെ രസം, ആ ചന്ദ്രൻ്റെ രസം പുരുഷന്മാർക്ക് ഉപകാരം ചെയ്യുന്നു. അപ്പോഴാണ് പുരുഷനിൽ ആ രസം ഉൽപ്പാദിപ്പിക്കുന്നത്. മെഡിക്കൽ പുരുഷ ഹോർമോൺ എന്നെല്ലാം ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ പറയാം. പുരുഷ ഹോർമോണിന് എന്ന നിലയിൽ ഉപകാരപ്പെടുന്നത് ഈ സോമനാണ്, ചന്ദ്രനാണ്. ആർത്തവുമായിട്ട് എന്തുണ്ട്? ചന്ദ്രന് ബന്ധമുണ്ട്. ഇതിനും ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ട്. അത് പുരുഷന്മാരിലും സോമൻ്റെ രസം പുരുഷന്മാർക്ക് ഉപകാരം ചെയ്യുന്നതും ശക്തിദായകവും ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനുള്ള കഴിവ് നൽകുന്നതുമാണ്. നീ ആ രസം ജീവികൾക്ക് നൽകുക. ഞങ്ങൾ അമരത്വം പ്രാപിക്കട്ടെ, സ്വർഗത്തിൽ യശസ് പ്രതിഷ്ഠിക്കട്ടെ. അതായത് നമുക്ക് പുത്രന്മാരും സമ്പത്തും എല്ലാം ഉണ്ടായിട്ട് ഐശ്വര്യത്തിലേക്ക് നയിക്കുവാൻ ചന്ദ്രനാണ് വലിയൊരു പ്രാധാന്യം ചന്ദ്രന് ഉണ്ട്. ഇനി ശ്രീരൂപമായ സോമത്തെ, ചന്ദ്രൻ ശ്രീരൂപമാണ്. ദ്വാദശാധിപന്മാരായ പുരുഷന്മാരാൽ, അപ്പം ചന്ദ്രൻ സ്ത്രീ, ദ്വാദശാധിപന്മാരായ പുരുഷന്മാർ, ദ്വാദശാദിത്യന്മാരായ സൂര്യൻ പുരുഷനാണ്. അത് എത്ര എണ്ണമുണ്ട്? 12 തരം സൂര്യനുണ്ട്. മേടത്തിലെ സൂര്യൻ, ഇടവത്തിലെ സൂര്യൻ. ചന്ദ്രനും സൂര്യൻ ഓരോ രാശിയിലെത്തുമ്പോൾ ഓരോ പുരുഷനാണ്. അപ്പം പുരുഷൻ്റെ ജാതകത്തിൻ്റെ അവൻ്റെ ക്വാളിറ്റീസ് എല്ലാം സൂര്യൻ മേടത്തിലാണെങ്കിൽ ഒരു പുരുഷനാണ്, ഇടവത്തിലാണെങ്കിൽ അതൊരു വേറൊരു തരം പുരുഷനാണ്. അങ്ങനെ പുരുഷന്മാരുടെ വ്യത്യാസം ഈ 12 സൂര്യന്മാരെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ചന്ദ്രൻ്റെയും പ്രഥമ, ദ്വിതീയ എന്നീ തിഥികളെല്ലാമായിട്ട് സൂര്യനുമായിട്ട് ചേർന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ചന്ദ്രനും വ്യത്യാസമുണ്ട്, സൂര്യനും വ്യത്യാസമുണ്ട്. ഒരാളുടെ ജനന സമയമല്ല, അവനുണ്ടാകുന്ന സമയമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് 12 ദ്വാദശാധിപന്മാരായ സൂര്യനും, അതാണ് പുരുഷന്മാർ. സ്ത്രീരൂപം എന്ന് പറയുമ്പോൾ ചന്ദ്രനാണ്. തങ്ങളുടെ വീര്യത്തെ തേജസ് കൊണ്ട്, ഒന്ന് വീര്യമാണ് ചന്ദ്രൻ വീര്യവും, മറ്റേ തേജസ് സൂര്യനും ആനന്ദിപ്പിക്കുന്നു. ഇവർ തമ്മിലുള്ള, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആനന്ദവും ഈ 2 ഗ്രഹങ്ങളാണ് നൽകുന്നത്. അതിലുള്ള സോമരസത്തിലൂടെ. സോമതരംഗങ്ങളാൽ തന്നെ സോമൻ്റെ ആകർഷണബലവും എല്ലാം തന്നെയാണ്. അതിലേക്ക് ആ രസമാകാം. ത്രൈലോക്യ സംരക്ഷകനായ വരുണനും ബൃഹസ്പതിയും ഞങ്ങൾക്ക് സുഖവും ആനന്ദവും നൽകട്ടെ. അപ്പം നമുക്ക് സുഖവും ആനന്ദവും നൽകുന്ന
മറ്റു ചിലത് വരുണന്മാരാണ്. വരുണന്മാർ എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകളാണ്. പിന്നെന്താണ്? ബൃഹസ്പതി, വ്യാഴഗ്രഹം എല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഹേ സോമ, ഞങ്ങളുടെ ജീവൻ, പ്രജകൾ, മൃഗങ്ങൾ എന്നിവയാൽ നിന്റെ വിശപ്പ് ശമിപ്പിക്കരുത്. അപ്പം ആ സോമം നീചമായി നിൽക്കുകയാണെങ്കിൽ, കർത്തവാവിൽ ആണുള്ള കാര്യമാണ് പറയുന്നത്. കർത്തവാവിൽ സോമം നിൽക്കുമ്പോൾ ചിലവർക്ക് മരണവും സംഭവിക്കും. ആ കാലഘട്ടത്തിലാണ് മരണം കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവനും നമ്മുടെ പ്രജകളെയും നമ്മുടെ മൃഗങ്ങളെയും നീ ഭക്ഷിക്കരുത്. ആ കർത്തവാവിലെ ചന്ദ്രനോട് പറയുകയാണ്, അമാവാസിയിലെ ചന്ദ്രനോട് പറയുകയാണ്, നമുക്ക് ആനന്ദം നൽകുന്നത് നീ തന്നെയാണ്. അതേസമയം നീ ഞങ്ങളുടെ ജീവനും പ്രജകളെയും മൃഗങ്ങളെയും ഭക്ഷിക്കരുത്. അവരെ, നിന്റെ വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അവരെ ഭക്ഷിക്കരുത്. അതായത് ഇവരൊന്നും മരിച്ചു പോകരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ നമ്മുടെ ശത്രുക്കളെയും ശത്രുക്കളുടെ ജീവനെയും പ്രജകളെയും മൃഗങ്ങളെയും എല്ലാം കൊണ്ട് നീ നിന്റെ വിശപ്പ് അടക്കുക. ചന്ദ്രനോട് പറയുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അമാവാസി നാളിൽ മരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മരണം പലവർക്കും ഇപ്പോൾ രോഗമായിട്ട് കിടക്കുകയാണെങ്കിൽ ആ ദിവസങ്ങൾ അടുപ്പിച്ചാണ് മരണത്തിന് സാധ്യത കൂടുതൽ ഉള്ളത്. അത് നമ്മളായി പോകരുത്, നമ്മളെ ശത്രുക്കളായിക്കോട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഉപാസന, 3 ഉപാസനയാണല്ലോ അങ്ങേര് ചെയ്തിരുന്നത്. മൂന്നാമത്തെ ഉപാസനയെ പറ്റി പരാമർശിക്കാം. അത് പൗർണമി ദിവസമാണ്, നല്ല വെളുത്തവാവിൻ്റെ ദിവസം. വെളുത്തവാവിന് വലിയ, അന്ന് സൂര്യന് നല്ല ഫലമുണ്ട്, ചന്ദ്രനും നല്ല ഫലമുണ്ട്. അപ്പോൾ ഏത് മാസത്തിലെയും പൗർണമി നാളിൽ ഈ ഉപാസന ചെയ്തിട്ട് പ്രാർത്ഥിക്കണം. അതിൻ്റെ പ്രത്യേകത പറയുകയാണ്. കിഴക്ക് ദിക്കിൽ, സന്ധ്യക്ക് കിഴക്ക് ദിക്കിൽ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ പറയുന്ന മന്ത്രം ഉരുവിടണം. എന്താണിത്? അല്ലയോ സോമ, അങ്ങ് പ്രകൃതി രൂപിണിയായ ഉമയോടുകൂടെ സോമനെന്ന രാജാവാണ്. പ്രകൃതി എന്ന ഉമ, ഈ പ്രകൃതി ഉമ, ആ ഉമയോട് കൂടിയ സോമം ചന്ദ്രൻ എന്ന രാജാവാണ്. അപ്പോൾ ചന്ദ്രൻ എന്ന രാജാവാണെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അത്രയും ബലമാണ്, സ്ത്രീയാണ്, ഉമയോട് കൂടിയ സോമൻ എന്ന രാജാവാണ്. അപ്പം അത്രയും ബലവാനാണ് ചന്ദ്രൻ. അങ്ങ് പഞ്ചമുഖനായ പ്രജാപതിയാണ്. പ്രജാപതി എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവ്. പഞ്ചമുഖനാണ്. 5 മുഖം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന് ആദ്യം എത്രയുണ്ടായിരുന്നു? 5 തലയുണ്ടായിരുന്നു. പഞ്ചഭൂതങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ട് 5 തല. അപ്പം ആ സൃഷ്ടിക്കെല്ലാം പ്രേരകമായ ഒരു ഗ്രഹമാണ്. വളരെ എല്ലാതരം വസ്തുക്കളെയും സൃഷ്ടിച്ച് അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിക്കുന്നത് ചന്ദ്രനെ, ഈ പൂർണ്ണചന്ദ്രനാണ്. സർവകാര്യകുശലനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവനാണ് ഈ ചന്ദ്രൻ. ബ്രാഹ്മണൻ അങ്ങയുടെ മുഖമാണ്. അങ്ങയുടെ ഒരു മുഖം ബ്രാഹ്മണ സ്വഭാവമാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മുഖം. മുഖം എന്ന് പറഞ്ഞാൽ തലയെല്ലായിട്ട് എടുക്കാം, എങ്ങനെയും എടുക്കാം. ബുദ്ധി, തലയാണല്ലോ ബ്രാഹ്മണൻ. ബുദ്ധിയുള്ള മനുഷ്യർ. ആ മുഖം കൊണ്ട് അങ്ങ് ക്ഷത്രിയ രാജാക്കന്മാരെ ഭക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ മുഖം ബ്രാഹ്മണ മുഖമാണ്, ബുദ്ധിയുടെ കേന്ദ്രമാണ്. അതേസമയം തന്നെ വെളുത്ത വാവിനും ക്ഷത്രിയ രാജാക്കന്മാരെ ഭക്ഷിക്കുന്നുണ്ട്. ചിലവരെല്ലാം ആ കാലഘട്ടത്തിൽ മരിക്കുന്നുണ്ട്. ക്ഷത്രിയരിൽ കൂടുതൽ മരണം സംഭവിക്കുന്നത് ഈ വെളുത്ത വാവിനാണോ എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കുക. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയായിട്ട് ഉയർന്ന നിലയിൽ വരുമ്പോൾ ക്ഷത്രിയർക്ക് മരിക്കുന്നത് പൊതുവെ ഈ ദിവസങ്ങളിലാകാൻ സാധ്യതയുണ്ട് കൂടുതൽ. ആ മുഖം
ആ മുഖം കൊണ്ട് തന്നെയാണ് എന്നെ അന്നം ഭക്ഷിപ്പിക്കുന്നതും ദഹനത്തിന് ശക്തമാക്കുന്നതും. അങ്ങേക്ക് ആ മുഖമുള്ള വെളുത്ത വാവിലെ ചന്ദ്രൻ തന്നെ എനിക്കെന്ത് ചെയ്യുന്നുണ്ട്? ഓരോ വ്യക്തിയിലും എന്ത് ചെയ്യുന്നുണ്ട്? അന്നം ഭക്ഷിക്കുവാനുള്ള കഴിവ്, നമ്മളെ ശരീരത്തിലെ ഭക്ഷണം തിന്നാനും ദഹിപ്പിക്കുവാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നുണ്ട് വെളുത്ത വാവിൻ നാളിൽ. വെളുത്ത വാവിൽ നമ്മളെ ദഹന പ്രക്രിയ ശക്തമാക്കും. ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, നല്ലവണ്ണം ദഹനവും കിട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് കറുത്തവാവിൽ മറ്റേ ഇതും വരികയാണെങ്കിൽ, ഗ്രഹണവും വരികയാണെങ്കിൽ ദഹന ശക്തിക്ക് അത് കുറവ് വരും. ചന്ദ്രൻ എത്രമാത്രം ബലം വരുന്നു അത്രയും ദഹനശക്തി ഉണ്ടാക്കും. അപ്പം വെളുത്ത വാവിനായിരിക്കും കുറച്ച് ദഹനശക്തി കൂടുതൽ നൽകുക. അത് പറയാൻ വേണ്ടി ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ക്ഷത്രിയനും അങ്ങയുടെ ഒരു മുഖമാണ്. ആ മുഖം കൊണ്ട് അങ്ങ് വൈശ്യരെ ഭക്ഷിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ക്ഷത്രിയ സ്വഭാവവും ക്ഷത്രിയന്മാർക്കും ചന്ദ്രൻ നല്ല പ്രഭയുള്ളവർക്ക് ക്ഷത്രിയന്മാരുടെ സ്വഭാവം കാണിക്കും. അപ്പം ബ്രാഹ്മണ ക്ഷത്രിയ ആ സ്വഭാവങ്ങൾ ചന്ദ്രൻ്റെ ബലവുമായിട്ട് ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ബ്രാഹ്മണർക്കാണ്. ചന്ദ്രൻ അത്രയും നല്ല നിലയിൽ നിൽക്കുകയാണ്, ബുദ്ധിശക്തി കൂടുതലായിരിക്കും. വേറൊരു കൂട്ടർ ക്ഷത്രിയർക്കുമാണ്. അതേസമയം വൈശ്യരെ ആ മുഖം കൊണ്ട് അങ്ങ് ഭക്ഷിക്കുന്നു എന്ന് പറയുന്നത്. വൈശ്യരും ഈ കാലഘട്ടത്തിലാണ് മരണസംഖ്യ കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് എന്ന് ഇതിൽ നിന്നും അനുമാനിക്കണം. അപ്പോൾ ക്ഷത്രിയരും വൈശ്യരും, ആ വൈശ്യർ എന്ന് പറഞ്ഞാൽ ജാതി വെച്ചിട്ടുള്ളതല്ലേ. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ മരിക്കുന്നതിൽ ഈ പൗർണമി നാളിന് വലിയ പ്രാധാന്യമുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുക. അതുപോലെ വൈശ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് സംഭവിക്കുന്നുണ്ട്. പിന്നെയോ അവിടെയും പറയുന്നു, എൻ്റെ ദഹനവും എൻ്റെ ഭക്ഷണവും അങ്ങിലൂടെയാണ്, ഈ മുഖം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ ദഹന പ്രക്രിയ ഈ ചന്ദ്രൻ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടെന്ന് അത് എടുത്തെടുത്ത് പറയുകയാണ്. ശ്വേനൻ അങ്ങയുടെ ഒരു മുഖമാണ്, അതുകൊണ്ട് അങ്ങ് പക്ഷികളെ ഭക്ഷിക്കുന്നു എന്നും പറയുകയാണ്. അപ്പോൾ പല ജീവജാലങ്ങളും മരിക്കുന്നത്, ചിലതെല്ലാം മരിക്കുന്നത് ഈ വെളുത്ത വാവിൻ നാളിൽ കുറച്ച് കൂടുതലാണ്. കറുത്ത വാവിൽ നിന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില കാറ്റഗറിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജീവജാലങ്ങൾ മരിക്കുന്നതിന് ഈ ചന്ദ്രൻ്റെ വെളുത്ത വാവും കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് വെളുത്ത വാവും കറുത്ത വാവും ശുഭകർമ്മങ്ങൾക്കൊന്നും എടുക്കില്ല. ചിലവർക്കത് നല്ലതായിരിക്കാം, ചിലവർക്കത് മോശമായിട്ടും വരുന്നുണ്ട്. എന്നിട്ട് എല്ലാത്തിൻ്റെയും കൂടെ പറയുന്നുണ്ട്, ആ മുഖം കൊണ്ട് എന്നെ ഭക്ഷണം കഴിപ്പിക്കുകയും ദഹിപ്പിക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്യുന്നു. ഇനി അഗ്നി അങ്ങയുടെ ഒരു മുഖമാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജം. ഇപ്പം ചന്ദ്രൻ ഒരാളുടെ ജാതകത്തിൽ വളരെ പ്രബലമായിട്ട് നല്ല ശക്തിയായിട്ട് വെളുത്ത വാവിൽ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ശക്തി, ഊർജമെല്ലാം അങ്ങിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് അങ്ങ് ഈ പ്രപഞ്ചത്തെ ഭക്ഷിക്കുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭക്ഷിക്കാനുള്ള കഴിവ് അഗ്നിക്കുണ്ട്. എപ്പോൾ? പ്രളയസമയത്ത്. അപ്പോൾ ഈ വാവുമായിട്ട് പ്രളയത്തിന് വലിയ ബന്ധമുണ്ട്. പ്രളയം നടക്കുന്ന സമയത്ത് ഈ വാവു ആയിട്ട് വലിയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. അങ്ങയുടെ 5ാമത്തെ മുഖം കൊണ്ട് അങ്ങ് പ്രാണികളെയെല്ലാം ഭക്ഷിക്കുന്നു. അപ്പോൾ പല ജീവജാലങ്ങളും വെളുത്ത വാവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവയുടെ ജീവിതം അവസാനിക്കുന്നുണ്ട്. വെളുത്ത വാവിനാണ് പല ജീവജാലങ്ങളുടെയും ആയുസ് തീരുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പ്രാണികളെയെല്ലാം ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് വെളുത്ത വാവുമായിട്ട് അതിന് വലിയ ബന്ധം കാണുന്നുണ്ട്. പൊതുവേ വെളുത്ത വാവും കറുത്ത വാവും ഇവിടെ ചില കാര്യത്തിന് കുട്ടികളിൽ ഉണ്ടാകുന്നതിന് ചെറിയ
പ്രാധാന്യമുണ്ട് എന്നും പറയുന്നുണ്ട്. നേരത്തെയും വെളുത്ത വാവിനും അമാവാസിക്കും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, മരണത്തിനും കാരണമാകുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പം വാവൻ നാളുകൾ പൊതുവേ ചില നല്ല കാര്യങ്ങളും എല്ലാം തുടക്കം കുറിക്കുന്നുണ്ട്. കറുത്തവാവ് പ്രത്യേകിച്ച്, കറുത്തവാവാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. ചില നല്ല കാര്യങ്ങളുടെ തുടക്കം കുറിക്കുന്നുമുണ്ട് കുട്ടികളെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട പ്രക്രിയയിൽ. കാരണം ചന്ദ്രൻ ഉദിച്ചു വരുമ്പോഴാണ് കർത്താവ്, എന്നിട്ട് ഉദിക്കുന്ന മുതലാണ് ശക്തി കൂടി വരുന്നത്. അപ്പം ജീവജാലങ്ങളുടെ ആ സൈക്ലിക്കും പല സൈക്കിളും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങ് എൻ്റെ പ്രാണൻ, പ്രജ, മൃഗങ്ങൾ എന്നിവരെ നശിപ്പിക്കരുത്, എൻ്റെ ശത്രുക്കളുടെ പ്രാണൻ, ജീവൻ. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും പറയുന്നുണ്ട്. എൻ്റെ പ്രജകളെയും, എൻ്റെ പ്രാണൻ, എൻ്റെ പ്രജ, എൻ്റെ മൃഗങ്ങളെയൊന്നും നശിപ്പിക്കരുത്. അതേസമയം മറ്റുള്ളവരെയെല്ലാം, എൻ്റെ ശത്രുക്കളെയെല്ലാം അങ്ങ് തട്ടിക്കോളും. അത് നമ്മളെ കാര്യം പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെ സോമനെ പൂജിച്ച ശേഷം, അപ്പം ഈ രൂപത്തിൽ സോമനെ പൂജിച്ച ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പത്നിയുടെ മാറിടത്തെ സ്പർശിച്ചുകൊണ്ട് അവളുടെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ പറയണം. ഇങ്ങനെ ഉപാസിച്ചതിൻ്റെ ശേഷം പത്നിയുടെ മാറിടം സ്പർശിച്ചുകൊണ്ട് ഇങ്ങനെ പറയണം: ശ്രേഷ്ഠ കാമനകളോടുകൂടിയവളെ, ആ ചന്ദ്രൻ തന്നെയാണ് നീ. ശ്രേഷ്ഠ കാമനകളോടുകൂടിയവളെ നീ പത്നി ആ ചന്ദ്രനായിട്ട് കാണണം. നീ സോമരൂപിയാണ്. ആ സോമം തന്നെയാണ്, ചന്ദ്രനെ തന്നെയാണ് നീ നിൻ്റെ ഭാര്യയിൽ കാണേണ്ടത്. അങ്ങനെയുള്ള ചന്ദ്രനെ തന്നെ നീ നിൻ്റെ ഭാര്യയിൽ കാണുന്നു. നീ സോമരൂപിയാണ്. നിൻ്റെ ഹൃദയം പ്രജകളെ പോഷിപ്പിക്കുന്നു. നിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അവളുടെ ഹൃദയത്തിൽ നിന്നാണ് പ്രജകളെ പോഷിപ്പിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റീസും. പ്രജകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ചന്ദ്രൻ്റെയും പ്രജകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പറഞ്ഞത്. കുട്ടികളുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം, പോഷിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അതിൻ്റെ തുടക്കം വരുന്നത്. ഹൃദയം എന്ന് പറയുമ്പോൾ ഹൃദയത്തിലാണ് നെർവസ് സിസ്റ്റം എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള പ്രോസസ്സർ എന്നത് നമ്മളെ ഹൃദയത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെപ്പോൾ ഉണ്ടാകണമെന്നുള്ള എല്ലാം നാഡികളിലൂടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടുന്ന് ബീജം കയറി വരുന്നതല്ല അർത്ഥം. നാഡികളാണ് എല്ലാ അവയവങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യുന്നതും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നതും ഗ്രന്ഥികളെ പ്രവർത്തിപ്പിക്കുന്നതുമെല്ലാം. അപ്പോൾ നിൻ്റെ ഹൃദയം പ്രജകളെ പോഷിപ്പിക്കുന്നു. അതിലെ സോമരൂപിയായ അമൃതം എനിക്കറിയാം. അതിൽ നിന്നാണ് സോമരൂപിയായ അമൃതം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൃദയവികാരങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്നാണ്. അതിൽ നിന്നും നാഡികളിലൂടെ പോകുന്നതാണ് നമ്മളെ ഗ്രന്ഥികളെയെല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. അപ്പം ലൈംഗിക ഗ്രന്ഥിയായാലും ഏതായാലും വികാരങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അവിടെ നിന്നാണ് നാഡികൾ ഉത്ഭവിക്കുന്നത്. അത് എനിക്കറിയാം. ഈ സത്യകഥനത്താൽ, പുത്രശോകത്താൽ എനിക്കൊരിക്കലും ദുഃഖിക്കുവാൻ ഇടവരരുത്. അതുകൊണ്ട് എനിക്ക് പുത്രശോകത്തിൽ ദുഃഖിക്കാൻ ഇടവരരുത്. ഇങ്ങനെ ചൊല്ലിയാൽ അവൻ്റെ പുത്രൻ അവന് മുൻപിൽ മരിക്കുകയില്ല. അവൻ മരിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ പുത്രൻ മരിക്കില്ല. ഇവൻ മരിച്ചതിൻ്റെ ശേഷമേ മരിക്കുകയുള്ളൂ. അപ്പം പുത്രന്മാരുടെ ഉത്ഭവം, പുത്രന്മാരുണ്ടാകുന്നത്, പുത്രന്മാരുടെ നാശം, മരണം, ഇതെല്ലാം വെളുത്തവാവും കറുത്തവാവും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കണം. ഇതെല്ലാം ഒരു ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.